നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് മോർഗൻ സ്റ്റാൻലി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അടുത്ത വർഷം 4.7 ട്രില്യൺ ഡോളറായി വികസിക്കും. സർക്കാർ LIC ഓഹരികൾ വിറ്റഴിക്കും. LICയിൽ സർക്കാരിന് 96.5% ഓഹരി പങ്കാളിത്തം. ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് കമ്മി 1% താഴെയെന്ന് റിപ്പോർട്ട്. US-ലേക്കുള്ള കയറ്റുമതിയിൽ വളർച്ച. ഒക്ടോബറിൽ RBI നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ലെന്ന് വിലയിരുത്തൽ. ഓഗസ്റ്റിൽ പണപ്പെരുപ്പം ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും SBI റിപ്പോർട്ട്. ഇന്ത്യ-ചൈന സാമ്പത്തിക ബന്ധം പുനഃസ്ഥാപിക്കുന്നു. ഇന്ത്യ-US വ്യാപാര പിരിമുറുക്കങ്ങൾക്കിടെ ബ്രിക്സ് രാജ്യങ്ങളുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്നതായും സൂചന. വാർത്തകൾ വിശദമായി. ആദ്യം ഓഹരി വിപണിയിൽ നിന്നുള്ള വാർത്തകളാണ്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 304 പോയിന്റ് ഉയർന്ന് 80,539-ലും നിഫ്റ്റി 131 പോയിന്റ് ഉയർന്ന് 24,619-ലും ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ ഭാരത് ഇലക്ട്രോണിക്സ്, എറ്റേണൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, പവർ ഗ്രിഡ് എന്നിവ നേട്ടമുണ്ടാക്കി. അദാനി പോർട്സ്, ITC, അൾട്രാടെക് സിമന്റ്, ടൈറ്റൻ എന്നിവ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെക്ടർ സൂചികകളിൽ FMCG, ഓയിൽ ആൻഡ് ഗ്യാസ്, PSU ബാങ്ക് എന്നിവയൊഴികെ മറ്റെല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടത്തിലായിരുന്നു. BSE മിഡ് ക്യാപ് സൂചിക 0.89%, സ്മോൾ ക്യാപ് സൂചിക 0.82% ഉയർന്നു. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് മോർഗൻ സ്റ്റാൻലി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അടുത്ത വർഷം 4.7 ട്രില്യൺ ഡോളറായി വികസിക്കും. 2028 ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും സാമ്പത്തിക വളർച്ച 5.7 ട്രില്യൺ ഡോളറിലെത്തുമെന്നും മോർഗൻ സ്റ്റാൻലി. ആഗോള ഉൽപാദനത്തിൽ ഉയർന്ന വിഹിതം നേടിക്കൊണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള ഉപഭോക്തൃ വിപണിയായി മാറും. 2023-ൽ 3.5 ട്രില്യൺ ഡോളറായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 2026-ൽ 4.7 ട്രില്യൺ ഡോളറായി വികസിക്കുമെന്നും US, ചൈന, ജർമ്മനി എന്നിവയ്ക്ക് പിന്നിൽ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നു. 2028-ൽ സമ്പദ് വ്യവസ്ഥ 5.7 ട്രില്യൺ ഡോളറായി വികസിക്കുമ്പോൾ ഇന്ത്യ ജർമ്മനിയെ മറികടക്കുമെന്നും മോർഗൻ സ്റ്റാൻലി പറയുന്നു. 1990-ൽ ഇന്ത്യ ലോകത്തിലെ 12ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. 2020-ൽ 9ാം സ്ഥാനത്തേക്കും 2023-ൽ 5ാം സ്ഥാനത്തേക്കും ഉയർന്നു. ഇന്ത്യയുടെ GDP-യിൽ എണ്ണയുടെ അളവ് കുറയുന്നതും കയറ്റുമതിയുടെ വിഹിതം വർദ്ധിക്കുന്നതും കുറഞ്ഞ അസന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. പലിശ നിരക്കുകളിലെയും വളർച്ചാ നിരക്കുകളിലെയും ചാഞ്ചാട്ടം വരും വർഷങ്ങളിൽ കുറയാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഭാവിയിൽ US-ഉമായി അന്തിമ വ്യാപാര കരാർ, ഏകീകൃത പുരോഗതി, ചൈനയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തൽ എന്നിവ കൂടുതൽ വളർച്ചയ്ക്ക് ഉത്തേജകമായി വർത്തിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സർക്കാർ LIC ഓഹരികൾ വിറ്റഴിക്കും. LICയിൽ സർക്കാരിന് 96.5% ഓഹരി പങ്കാളിത്തമുണ്ട്. LICയുടെ 2.5% മുതൽ 3% ഓഹരികളാണ് ആദ്യഘട്ടത്തിൽ വിറ്റഴിക്കുന്നത്. മോത്തിലാൽ ഒസ്വാളിനെയും IDBI ക്യാപിറ്റലിനെയും LIC OFSന്റെ ബാങ്കർമാരായി നിയമിച്ചിട്ടുണ്ട്. LICയിലെ ഓഹരികൾ വിറ്റഴിക്കുന്നതിനുള്ള റോഡ് ഷോകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഓഫർ ഫോർ സെയിൽ വഴിയാണ് വിൽപ്പന. ആദ്യഘട്ട ഓഹരി വിൽപ്പനയിലൂടെ സർക്കാരിന് 14,000 കോടി രൂപ മുതൽ 17,000 കോടി രൂപ വരെ സമാഹരിക്കാൻ കഴിയും. LICയിൽ സർക്കാരിന് നിലവിൽ 96.5% ഓഹരി പങ്കാളിത്തമുണ്ട്. പൊതു ഓഹരി പങ്കാളിത്തം 3.5%-ൽ നിന്ന് 10%-ആയും ഉയർത്താൻ സെബി 2027 മെയ് 16 വരെ LICക്ക് സമയം നൽകിയിരുന്നു. ഈ മാസം ആദ്യം LIC ആദ്യപാദ ലാഭത്തിൽ 5% വർധനവ് റിപ്പോർട്ട് ചെയ്തു. ജൂൺ 30-ന് അവസാനിച്ച പാദത്തിൽ LICയുടെ ലാഭം 10,987 കോടി രൂപയായി ഉയർന്നു. അറ്റ പ്രീമിയം വരുമാനം ഏകദേശം 5% ഉയർന്ന് 1.19 ലക്ഷം കോടി രൂപയായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് കമ്മി 1% താഴെയെന്ന് റിപ്പോർട്ട്. US-ലേക്കുള്ള കയറ്റുമതിയിൽ വളർച്ച. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫുകൾക്കിടയിലും
ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി 1% താഴെയായി തുടരുമെന്ന് റിപ്പോർട്ട്. ഒരു രാജ്യത്തിന്റെ മൊത്തം ഇറക്കുമതി, സേവനങ്ങൾ, കൈമാറ്റം എന്നിവയുടെ ഒരു സാമ്പത്തിക സൂചകമാണ് കറന്റ് അക്കൗണ്ട് കമ്മി. GDP-യുടെ ഏകദേശം 2% വരുന്ന ഇന്ത്യയുടെ ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ താരിഫ് ആഘാതത്തിനെതിരെ ഒരു പരിധിവരെ സഹായിക്കുമെന്ന് കെയർ എഡ്ജ് റേറ്റിംഗ് റിപ്പോർട്ട് പറയുന്നു. നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ US-ലേക്കുള്ള കയറ്റുമതിയിൽ മുൻ വർഷത്തേക്കാൾ 22% കുത്തനെ വളർച്ചയുണ്ടായി. ചൈനയിലേക്കുള്ള കയറ്റുമതിയിലും 17.8% ശക്തമായ വളർച്ചയുണ്ടായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒക്ടോബറിൽ RBI നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ലെന്ന് വിലയിരുത്തൽ. ഓഗസ്റ്റിൽ പണപ്പെരുപ്പം ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും SBI റിപ്പോർട്ട്. ഓഗസ്റ്റിൽ പണപ്പെരുപ്പം 2% മുകളിൽ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ റിസർവ് ബാങ്ക് ഒക്ടോബറിലെ പോളിസി മീറ്റിംഗിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ലെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്നു. ഓഗസ്റ്റിലെ പണപ്പെരുപ്പം 2.3% അടുക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. 1ഉം 2ഉം പാദങ്ങളിലെ വളർച്ചാ കണക്കുകൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഡിസംബറിലെ നിരക്ക് കുറയ്ക്കൽ പോലും വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. കഴിഞ്ഞ ജൂലൈയിൽ ഇന്ത്യയുടെ ചില്ലറ പണപ്പെരുപ്പം 98 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 1.55% കുറഞ്ഞു. ജൂണിൽ ഇത് 2.1%, കഴിഞ്ഞ വർഷം ജൂലൈയിൽ 3.6%. തുടർച്ചയായ 9ാം മാസത്തെ ഇടിവാണിത്. പ്രധാനമായും ഭക്ഷ്യപണപ്പെരുപ്പത്തിലെ കുത്തനെയുള്ള ഇടിവാണ് കാരണം. കോർ പണപ്പെരുപ്പത്തിലും കുത്തനെ ഇടിവ് രേഖപ്പെടുത്തി. 6 മാസത്തിനിടെ ആദ്യമായി 4%-ൽ നിന്ന് 3.94%. കഴിഞ്ഞ ജൂണിൽ പണനയ സമിതി നിരക്കുകൾ കുറയ്ക്കുകയും ഓഗസ്റ്റിൽ നിലവിലെ സ്ഥിതി നിലനിർത്തുകയും ചെയ്തതിനുശേഷം 10 വർഷത്തെ സർക്കാർ ബോണ്ട് ഈൽഡ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലൈയിൽ ഏകദേശം 6.3%-ൽ നിന്ന് ഇപ്പോൾ അത് 6.45% ഉയർന്നു. താരിഫുകളിൽ വ്യക്തത ഉണ്ടാകുന്നതുവരെ ബോണ്ട് ഈൽഡ് കുറയ്ക്കാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 9,295 രൂപയിലും പവന് 74,360 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 7,630 രൂപയിലായിരുന്നു വ്യാപാരം. വെള്ളിവിലയിലും മാറ്റമില്ല. ഗ്രാമിന് 123 രൂപയിലാണ് വ്യാപാരം നടന്നത്. കേരള വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ മുന്നറിയിപ്പുകളുടെ ഭാഗമായി 5 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് 15 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതോടൊപ്പം ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും ഇതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരത്തിനും സമീപമായി ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഈ ശക്തി പ്രാപിക്കുന്ന ഈ ന്യൂനമർദ്ദം തുടർന്നുള്ള 48 മണിക്കൂറിൽ വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതായും മുന്നറിയിപ്പിൽ പറയുന്നു. ഇതിനാൽ ജനങ്ങൾ വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.